എല്ലാവർക്കും നമസ്കാരം. പത്തരമാറ്റ സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ അനാമികയും അതുപോലെ നയനയും കൂടി പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുക. അനാമിക ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അതെ, കുറച്ചു നിമിഷം മുന്നേ എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചായിരുന്നടി. നിന്റെ അനുജത്തി ഒരു പൊടിക്ക് പോലും ഒതുങ്ങാൻ തയ്യാറല്ല. അവൾ ഇപ്പോഴും എൻ്റെ ഭർത്താവിനെ വശീകരിക്കാൻ നോക്കുകയാണെന്നൊക്കെ അനാമിക വെച്ച് കാച്ചുന്ന സമയം ശരിക്കും നമ്മുടെ നയനയ്ക്ക് ദേഷ്യം വന്നു. നയന അവിടുന്ന് ചാടി എഴുന്നേറ്റു. ദേ, എൻ്റെ അനുജത്തെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യം അല്ലടി, സത്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് നിമിഷം മുന്നേ എൻ്റെ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാ. ദേ, സംശയം ഉണ്ടെങ്കിൽ നീ നിന്റെ അനുജത്തിയോട് ചോദിച്ചു നോക്ക്. അതെങ്ങനെയാ? നല്ലൊരു കുടുംബത്തിൽ ജനിച്ചാലല്ലേ ഇതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുള്ളൂ. അമ്മ പറഞ്ഞയച്ചതുപോലെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് നീയൊക്കെ ജീവിക്കുകയാണ്. അത് കോടീശ്വരനായിട്ടുള്ള ഈ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകനെ കിട്ടിയാൽ എന്താ പുളിക്കുവോ? 3 പെൺമക്കളും ഈ അനന്തപുരിയിലേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നിന്റെ അച്ഛനും അമ്മയ്ക്കും തിരിഞ്ഞു നോക്കണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ അത് നിന്റെ അമ്മയോട് തന്നെ ചോദിക്കേണ്ടി വരും. നീയൊക്കെ അങ്ങേർക്ക് തന്നെ ഉണ്ടായതാണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അനാമിക നയനയോട് ചോദിച്ചുകൊണ്ട് നിൽക്കുക. നയനയുടെ സകല നിയന്ത്രണവും വിട്ടിട്ട് നയന നമ്മുടെ അനാമികയുടെ കാരണം നോക്കി ഒന്നങ്ങ് വെച്ചു കൊടുത്തു. അതെ, സൂക്ഷിച്ചും കണ്ടും വർത്തമാനം പറയണം, ഇല്ലെങ്കിൽ ദേ ഇതുപോലെ ഇരിക്കും. എടി, നീ എന്നെ തല്ലിയല്ലേ, നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അനാമിക ചന്ദ്രഹാസം മുഴക്കി അവിടുന്ന് പോവുക. നേരെ പോകുന്നത് പുള്ളിക്കാരിയുടെ വീട്ടിലേക്ക്. അനാമികയ്ക്ക് കൊടുക്കേണ്ടത് കൊടുത്തല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മുടെ നയന അവിടെ ഇരിക്കുക. അങ്ങനെ വീട്ടിലെത്തിയ അനാമികയാണെങ്കിലോ അവളുടെ അച്ഛനോട് പറഞ്ഞു, ഇത് കണ്ടോ അച്ഛാ, അവള് നയന എൻ്റെ കരണത്തടിച്ചു. മോളെ, അച്ഛനൊരു കാര്യം മോളുടെ അടുത്ത് പറയാം. എന്തൊക്കെ ചെയ്താലും ഞാനും നീയും നമ്മളെല്ലാവരും കൂടി തലകുത്തി നിന്നാൽ പോലും ദേ അനിയും അതുപോലെ നന്ദുവും തമ്മിലുള്ള ബന്ധം തകർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ അവൾ ട്രെയിനിങ്ങിന് പുറപ്പെടാൻ പോകുന്ന സമയമാണല്ലോ. ആ സമയത്ത് തന്നെ അവൻ അവളെ പോയി കാണണമെങ്കിൽ അവർക്കിടയിൽ എന്ത് രീതിയിലുള്ള ബന്ധമായിരിക്കും. അതുകൊണ്ട് അച്ഛൻ്റെ പൊന്നുമോള് അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേക്ക്. അവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അടിച്ചു തന്നെ മാറ്റണം. അല്ലെങ്കിൽ നിന്റെ ബന്ധത്തിന് വലിയ ആയുസൊന്നും ഉണ്ടാവില്ല. ഏത് നിമിഷം വേണമെങ്കിലും നിന്നെ അവൻ തള്ളിക്കളയാമെന്നുള്ള രീതിയിലൊക്കെ അനാമികയ്ക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ് വേണു. അങ്ങനെ അച്ഛൻ്റെ ഉപദേശമൊക്കെ കേട്ട് അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ അനാമിക. ഈ സമയം രേവതി വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ, അച്ഛൻ പറഞ്ഞത് തന്നെ അതിൻ്റെ ശരി. ദേ, മോള് മാക്സിമം അനിയോട് ഒട്ടി നിന്നിട്ട് ആ വീട്ടിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം തന്നെ നീ അടിച്ചു മാറ്റണം. എന്നാൽ മാത്രമേ ഇനി ഒരു നിമിഷം അവൻ്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് ഇറങ്ങി പോരേണ്ടി വന്നാൽ തന്നെ നമുക്ക് വലിയ പരിക്കുകളില്ലാണ്ട് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അറിയാലോ മോളെ, അച്ഛൻ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടെന്ന്. മോളൊരു കാര്യം ചെയ്യും, ആ ദേവയാനിയും അതുപോലെ നിന്റെ അമ്മായിയമ്മ ജാനകിയും ഒക്കെ പൂത്തി വെച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ അടിച്ചു മാറ്റും. ഇനി അതുമാത്രമേ ഉള്ളൂ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട്. എന്തായാലും അനിയെ പോലെയുള്ള ഒരുത്തനെ നിനക്കൊട്ട് സ്നേഹിക്കാനും പറ്റില്ല. അവനാണെങ്കിലോ അവൻ ആ നന്ദുവിൻ്റെ പിന്നാലെയോ നടക്കുന്നത്. ഇനി ഈ ഒരു മാർഗം മാത്രം സ്വീകരിച്ചാലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് രേവതിയുടെ വക ഉപദേശവും കൂടി കേട്ടു. ഇനിയിപ്പോൾ തല്ലുകൊണ്ടാലും വേണ്ടിയില്ല, ബാക്കി കാര്യങ്ങളൊക്കെ അനന്തപുരി ചെന്നിട്ട് അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ അനാമിക അവിടെ നിന്ന് പോരുക. പിന്നീട് ദേവയാനി കിച്ചണിൽ ചില പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക. ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആദർശനാണെങ്കിലോ നമ്മുടെ നയനിയും ദേവയാനിയും തമ്മിൽ ഇപ്പോഴും നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണോ അതോ അവരഭിനയിക്കുന്നതാണോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ഡൗട്ട് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവനും കൂടി അടുക്കളയിലേക്ക് ചെല്ലുക. ആ സമയം അമ്മായിയമ്മയും മരുമോളും കൂടി ഭയങ്കര കാര്യത്തിൽ നിൽക്കുന്നതാണ് ആദർശ് കാണുന്നത്. അപ്പം തൻ്റെ മുന്നിൽ ഇവർ അഭിനയിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ആദർശ് ആ ഒരു കിച്ചണിലേക്ക് ചെന്നു. എന്നിട്ടാണെങ്കിലോ ദേവയാനിയോട് പറഞ്ഞു, അതെ, ഞാൻ നോക്കിയിട്ട് അനാമികയും അതുപോലെ അനിയും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊന്നും തോന്നുന്നില്ല. അന്ന് തന്നെ അനി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അന്ന് അതിന് മുന്നേ നയനയ്ക്കും വീട്ടുകാർക്കും ഒക്കെ ഈ കാര്യങ്ങൾ അറിയായിരുന്നു. അങ്ങനെ അറിഞ്ഞ് അന്ന് നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹമാണ് നടത്തിയിരുന്നതെങ്കിൽ ഇന്നിങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു.
ഇതൊക്കെ കേൾക്കുമ്പം ശരിക്കും എന്താ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ആ അത് തന്നെയായിരുന്നു അന്ന് വേണ്ടിയിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നയനയെ കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് സംസാരിക്കുമ്പം ആദർശിന് ചില കാര്യങ്ങളൊക്കെ പിടികിട്ടി. ആദർശ് മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ അമ്മ തൻ്റെ ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനാമികയും അതുപോലെ അവളുടെ വീട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് ദേവയാനിയുടെ സ്വത്തുക്കളൊക്കെ ദേവയാനിയുടെ സ്വർണമൊക്കെ അടിച്ചു മാറ്റാനുള്ള ചില തന്ത്രങ്ങളൊക്കെ പയറ്റുന്നതും നമ്മുടെ നന്ദു ആണെങ്കിലോ അനിയോട് യാത്ര പറഞ്ഞ് അവളുടെ ട്രെയിനിങ്ങിന് പോകാൻ തയ്യാറാകുന്നതും ഒക്കെയാണ്. അപ്പം വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നാളെയും പ്രമോ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.